കാരായി രാജനും സനൽകുമാറും ആമിന മാളികക്കനും രമേശനും ചേർന്ന് കുന്നോലിലെ സ്ത്രീകളെ ഒന്നടങ്കം ജയിലിലടക്കുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. എനിക്കെന്റെ സഹോദരിമാരോട് പറയുവാനുള്ളത്, ഇത് നിങ്ങളൊരു വെല്ലുവിളിയായി ഏറ്റെടുക്കണം. ഒരാളെ അറസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ ഒരു 100 കരങ്ങൾ വേണം. എന്നിട്ട് പറയണം, ഞങ്ങളെയും അറസ്റ്റ് ചെയ്യണം. സ്വാഭാവികമായും അവർക്ക് തിരിച്ചു പോകേണ്ടി വരും. പുതിയ ആരോഗ്യ സംരക്ഷണ സമിതി കഴിഞ്ഞ ദിവസം ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. ഇനി കുന്നോലിലെ സ്ത്രീകൾക്കെതിരെ കള്ളക്കേസ് ചമക്കുകയാണെങ്കിൽ തലശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് അതിശക്തമായ മാർച്ച് നടത്തി പോലീസ് സ്റ്റേഷനിൽ കുത്തിയിരിപ്പ് നടത്തും കുന്നോൽക്കാർ. സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും അടങ്ങുന്നവർ പോലീസ് സ്റ്റേഷനിൽ കുത്തിയിരിപ്പ് നടത്തും. ഇനി ഏതെങ്കിലും തരത്തിലുള്ള കള്ളക്കേസുമായി ഒരു പോലീസുകാരൻ കുന്നോലിലേക്ക് വന്നാൽ പിറ്റേന്ന് പോലീസ് സ്റ്റേഷനിൽ കുന്നോലിന്റെ അതിശക്തമായ കുത്തിയിരിപ്പ് സമരം നടക്കും. അതുകൊണ്ട് സൂക്ഷിച്ചുകൊള്ളുക. നാളെ ഞങ്ങൾ പോലീസ് SP-യെ കാണാനിരിക്കുന്നുണ്ട്. കുന്നോലിലെ 100 കണക്കിന് സ്ത്രീകൾ ഒപ്പിട്ട തലശ്ശേരി പോലീസ് SI സനൽകുമാറിനെതിരെയുള്ള ഭീമഹർജിയുമായി മാസ് പെറ്റീഷനുമായി ഞങ്ങൾ നാളെ പോലീസ് സൂപ്രണ്ടിനെ കാണാനിരിക്കുന്നു. ഞങ്ങൾ അടങ്ങിയിരിക്കുകയില്ല. കുന്നോലിലെ സ്ത്രീകളെ നിങ്ങൾ പുകച്ച് പുറത്തിട്ട് കഴിഞ്ഞു. ഇനി ഇത് അടങ്ങിയിരിക്കുന്ന പ്രശ്നമില്ല. നിയമപരമായി പോവാൻ പറ്റുന്ന ഏതറ്റം വരെയും പോവാൻ കുന്നോലിലെ സ്ത്രീയും പുരുഷനും കുട്ടികളും തീരുമാനിച്ചിരിക്കുന്നു. ആർക്കൊക്കെ എതിരാണ് കേസെടുത്തിരിക്കുന്നത്? +1 പഠിക്കുന്ന പെൺകുട്ടിയുടെ പേരിൽ, 75 വയസ്സുള്ള സ്ത്രീകളുടെ പേരിൽ, കൈക്കുഞ്ഞേന്തിയ അമ്മമാരുടെ പേരിൽ. കഴിഞ്ഞ ആഴ്ച കോടതിയിൽ കേസ് വന്നപ്പോൾ അഭിഭാഷകരും മജിസ്ട്രേറ്റ് പോലും അന്തം വിട്ടുപോയി. കൈക്കുഞ്ഞുങ്ങളിൽ വേണ്ടി സ്ത്രീകൾ, ഒരു തെറ്റും ചെയ്യാത്ത സ്ത്രീകൾ പ്രതിക്കൂട്ടിൽ കയറി നിൽക്കുകയും കുഞ്ഞുങ്ങൾ പ്രതിക്കൂട്ടിൽ നിന്ന് കരയുകയും ചെയ്തപ്പോൾ കോടതി ഒന്നടങ്കം വിധിമ്പിപ്പോയിറങ്ങുന്നു. പക്ഷേ മനുഷ്യത്വത്തിന്റെ തരിമ്പ് പോലും അവശേഷിച്ചിട്ടില്ലാത്ത ആമിനക്ക് ഇതൊരു പ്രശ്നമല്ല. നാട്യത്തിന്റെ ഭാഷ മാത്രം അറിയുന്ന രമേശന് ഇതൊരു പ്രശ്നമല്ല. ഭീഷണിയുടെ വാക്കുകൾ നിരന്തരം ഉച്ചരിച്ചുകൊണ്ടിരിക്കുന്ന കാരായി രാജനും ഇതൊരു പ്രശ്നമല്ല. മനുഷ്യത്വം മരവിച്ചവരിൽ നിന്ന് നാം മനുഷ്യത്വം പ്രതീക്ഷിക്കുന്നേയില്ല. കുന്നോലിലെ ജനത ഒന്നടങ്കം ചെയ്യുന്ന സമരമാണിത്. ഇവിടെ രാഷ്ട്രീയമില്ല, ഇവിടെ മതമില്ല, ഇവിടെ പാർട്ടി ഭേദമില്ല. എല്ലാ പാർട്ടിക്കാരും ഒന്നടങ്കം മാനസികമായി സമരത്തോട് ഐക്യപ്പെട്ടിരിക്കുന്നു. കുന്നോലിൽ ജീവിച്ചിരിക്കുന്ന ഒരാൾ പോലും സമരത്തിനെതിരായിട്ടില്ല. അവർ ഏത് പാർട്ടിയായാലും ഒന്നുകിൽ അവർ പ്രത്യക്ഷമായി സമരരംഗത്ത് വെട്ടിപ്പാലത്തുണ്ട്, ഇല്ലെങ്കിൽ അവർ പരോക്ഷമായി സമരരംഗത്തുണ്ട്. അവരെ കൊണ്ടാവും വിധം അവർ മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മുടെ പഞ്ചായത്ത് പോലും വൈകിയാണെങ്കിലും ഇപ്പോൾ പോസിറ്റീവായി സമരത്തെ കാണാനും പ്രശ്നം പരിഹരിക്കാനും പഞ്ചായത്ത് പോലും മുന്നോട്ട് വന്നിരിക്കുന്നു.